ഹായ് ഫ്രണ്ട്സ്, നല്ല പുളിയുള്ള ചില ഫലങ്ങളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. കൂട്ടത്തിൽ വീഡിയോയുടെ ടൈറ്റിലിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഓറഞ്ച് എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഫലം സത്യത്തിൽ ഓറഞ്ച് അല്ല. അതിൻ്റെ പേരും നമുക്ക് വിശകലനം ചെയ്യാം. പ്ലീസ് വെയിറ്റ്. ആദ്യം പുളി എന്ന രുചിയുടെ ഇംഗ്ലീഷ് പദം നോക്കാം. അതാണ് SOUR, സൗവർ. സോറല്ല, സൗവർ. ഉദാഹരണത്തിന്, മീൻ കറിക്ക് ഭയങ്കര പുളിയാണ്. ദ ഫിഷ് കറി ഈസ് ക്വൈറ്റ് സൗവർ. മീൻ കറിക്ക് എന്തൊരു പുളിയാണ്. ഹൗ സൗവർ ദിസ് ഫിഷ് കറി ഈസ്. ഇനിയും ചില ഫലങ്ങളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ഇരുമ്പൻ പുളി, ബിലിംബി അല്ലെങ്കിൽ ട്രീ സോറൽ. വാളൻപുളി, വാളപ്പുളി അല്ലെങ്കിൽ മരം, ടാമറിൻറ്റ്. കുടംപുളി, ഗാർസീനിയ കാംപോജിയ അല്ലെങ്കിൽ മലബാർ ടാമറിൻറ്റ് അല്ലെങ്കിൽ ബ്രിൻഡിൽബറി. പൂനർപുളി, കോക്കം അല്ലെങ്കിൽ വൈൽഡ് മാംഗസ്റ്റീൻ അല്ലെങ്കിൽ കോക്കം ബട്ടർ ട്രീ, അതിൻ്റെ മരത്തിന്. കൊടുക്കാപ്പുളി, മാനില ടാമറിൻറ്റ് ഓർ മദ്രാസ് തോൺ, THORN. ചെറുനാരിങ്ങ, ലൈം. ഒടിച്ചുകുത്തി നാരിങ്ങ, സാധാരണ മധ്യ കേരളത്തിൽ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒടിച്ചുകുത്തി നാരിങ്ങ. ലെമൺ. ലൈമും ലെമണും തമ്മിലുള്ള വ്യത്യാസം, ലൈം റൗണ്ട് ആണെങ്കിൽ ലെമൺ ഓവൽ ഷേപ്പിലായിരിക്കും. ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. കറിനാരങ്ങ, വൈൽഡ് ലെമൺ, വൈൽഡ് ലൈം, ജയൻറ്റ് ബിറ്റർ അല്ലെങ്കിൽ സിട്രൺ. കമ്പിളി നാരങ്ങ, പൊമീലോ. അടുത്തത് ഓറഞ്ച്. നമ്മൾ സാധാരണ കഴിക്കുന്ന തൊലി പൊളിച്ച് ഓറഞ്ച് അല്ലിയായിട്ടെടുത്ത് കഴിക്കുമല്ലോ, അത് സത്യത്തിൽ ഓറഞ്ച് അല്ല. അതിൻ്റെ പേര് ടാഞ്ചറീൻ എന്നാണ്. ടാഞ്ചറീൻ. യഥാർത്ഥത്തിൽ ഓറഞ്ച് നമ്മൾ മുസംബി എന്ന് പറയുന്ന ഫലമാണ്. മുസംബിയാണ് ഓറഞ്ച്. നമ്മൾ അല്ലി പൊളിച്ച് തിന്നുന്നത് ടാഞ്ചറിൻ. ചിത്രങ്ങൾ കണ്ടാൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. വീഡിയോ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ആരുടെയും പല്ല് പൊളിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.